തൊഴുതതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി, നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്റെ അമ്മക്ക് ഞാൻ കാരണം ജയം വൈകിയോ? ഇല്ല. വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും ആയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ. പൗരബോധം പഠിപ്പിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞപക്ഷം ഗിരിവർഗ കോളനികളിലെങ്കിലും ഭൂരിപക്ഷം കിട്ടും. സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞൂടാത്ത ഒരു സമൂഹത്തോട് വോട്ട് ചോദിക്കുക. ഇറ്റ്സ് എ സോഷ്യൽ ചീറ്റിംഗ്. നമുക്ക് കൂടുതൽ അറിവും വിവേകവും ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും. അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പുതിയ തിയറി. ആരുടെ തിയറി? എന്റെ അല്ല, സായിപ്പിന്റെ. ഒന്നാലോചിച്ചാൽ നാണക്കേടാ. നമ്മുടെ കാട്ടിയാദിക്കാരെ നന്നാക്കാൻ ഫോറിൻ പ്രത്യേക ശാസ്ത്രം. എന്നെ വിളിക്കുന്നില്ലേ? വിളിക്കാം, സമയമാവട്ടെ. ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം. ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്, രാജു. വീട്ടിൽ പോയിരുന്നു അല്ലേ? ആ, അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് കറങ്ങി. അത് മനസ്സിലായി. ഇത് ലക്ഷ്മി. ഹലോ. ഹലോ. ഞാൻ പോട്ടെ, വരട്ടെ. ഹലോ ലക്ഷ്മി. മഹി എന്ന് വന്നു? ഇന്നലെ. ഇതെന്റെ ഫ്രണ്ടാണ് ബാബു. ഇത് ലക്ഷ്മി. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് ആദ്യം ഞാൻ സീനിയർ, ലക്ഷ്മി എന്റെ ജൂനിയർ. ഞങ്ങൾ ഒരു ക്ലാസ്സില്. പിന്നെ ലക്ഷ്മി എന്റെ സീനിയർ. ഒരു സൂപ്രണ്ട് ആവശ്യം ഞാൻ ഇറക്കാം. വേണ്ട, ഇപ്പൊ ബസ് വരും. അയ്യോ, അതിലും എത്രയോ സുഖം ഇത്. കേറുന്നേ. ഒരു കൂട്ടുകാരി വരാനുണ്ട്. മഹി BA ജയിച്ചോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. കറസ്പോണ്ടൻസ് കോഴ്സ് അല്ലേ? ഏതാ യൂണിവേഴ്സിറ്റി? ബറോഡ യൂണിവേഴ്സിറ്റി. അതിനാ സിറ്റി താമസിക്കുന്നേ. അതെ, പോട്ടെ.
മാനം പോയല്ലോടാ. അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ചാ അല്ലടാ? അതെ അതെ. അല്ലല്ലയാ, എന്താ നിന്റെ ഡയലോഗിൽ ഒരു സോഫ്റ്റ് കോർണർ, ഒരു ശൃംഗാരം? പ്രേമം അവക്കോ? അല്ല, എനിക്ക്. അപ്പൊ അവളോ? അവള് പ്രേമിക്കും, ഇല്ലെങ്കിൽ പ്രേമിപ്പിക്കും. എവിടെ? അടിച്ചും നിന്നായിരുന്നു ആ ഒറ്റ. ഒന്ന് തുറക്കുന്നേ. ഇപ്പൊ തുറന്നല്ലോ അല്ലേ? അണ്ണാ, അണ്ണന്റെ വാച്ച്മാനൊരു മോശം. രാവിലെ മുതൽ ഞങ്ങളിവിടെ നിൽക്കുക. എന്നാ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു, തുറന്നില്ല. എന്നാ ഈ 2 ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു, അതും തന്നില്ല. കാഞ്ഞ വയറാ. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഇതെന്തോ കൊട്ടാരം വക ഊട്ടുവരെയോ? അപ്പോ അണ്ണൻ വലിയ രാജാവാണെന്ന് പറയുന്നതോ? ഡാടാ, കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട. വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കോളേജ് ഇലക്ഷൻ നടന്നു, പതിവ് പോലെ നിങ്ങൾ തോറ്റു. ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ്. അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേ? അതെ. അയ്യടാ, ഞാനില്ല. ഞാനിതൊക്കെ നിർത്തിയിരിക്കുക. ദൈവനോട് ചോദിക്കേ. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? പിന്നെ ഒരു അലമ്പിലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ? ഞാൻ രാവിലെ കുളിച്ചു തൊഴുത് പുണ്യാളനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദയവ് ഇതെന്നെ പിഴയാക്കരുത് പ്ലീസ്. ഇത് റിക്വസ്റ്റാ. ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് തന്നാ മതി. ജസ്റ്റ് എ മോറൽ സപ്പോർട്ട്. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി. ഇത്രയും സമയം ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. തമ്പുരാനെ പോലെയുള്ള വലിയൊരാളൊരു കാര്യം പറയുമ്പോ എങ്ങനെയാ വയ്യാന്ന് പറയുന്നത്? പക്ഷേ എന്റെ പൊസിഷൻ കൂടി തമ്പുരാനൊന്ന് മനസ്സിലാക്കണം. ഇലക്ഷനിൽ നമ്മുടെ കക്ഷി ജയിക്കുമെന്നുള്ളത് ഉറപ്പാ. അതിലെനിക്ക് ടെൻഷനില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ കുഴി അവര് തന്നെ തോണ്ടിയിട്ടുണ്ട്. തമ്പുരാൻ അറിയാമോ, 40ഓളം മുൻമന്ത്രിമാര് മത്സരരംഗത്തുണ്ട്. അതിൽ 30 എണ്ണമെങ്കിലും ജയിച്ചു കയറും. എല്ലാവരും മന്ത്രിസ്ഥാനം കൊടുക്കണം. ഞാൻ എവിടെ കൊണ്ടുപോയി അക്കോമഡേറ്റ് ചെയ്യും? അതെല്ലാം പാർട്ടി പ്രസിഡന്റും നിങ്ങളും കൂടെ വിചാരിച്ചാൽ നടക്കാന്നേ ഉള്ളൂ. രാജശേഖരാ, എല്ലാം പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഞാനെല്ലാം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ. എങ്ങനെയെങ്കിലും ഇതൊന്നും നടത്തി തരണം. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. പണമല്ല തമ്പുരാനെ ഈ പ്രശ്നം. വിശ്വംഭര, താൻ തന്നെ പറയും. ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാനെ, 2 കാര്യങ്ങളാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. അതിലൊരു കാര്യം ഞങ്ങൾ സാധിച്ചു തരാം. മഹേന്ദ്രന് ഞങ്ങൾ ഒരു സീറ്റ് കൊടുക്കാം. ജയിപ്പിച്ചെടുക്കേണ്ടത് തമ്പുരാന്റെ റിസ്ക്. പിന്നെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ഒരാളെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ഇത്തവണ തമ്പുരാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അതെ, മഹേന്ദ്രൻ ചെറുപ്പല്ലേ, ഇനിയും സമയമുണ്ടല്ലോ. ഈ രാജവംശത്തിലെ ഇളം തലമുറക്കാരൻ വെറും ഒരു MLA ആകാന്ന് വെച്ചാൽ വേണ്ട, അത് വേണ്ട. വക്കീലേങ്ങി തരൂ. മൂന്നാറിൽ എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്, തെക്കുംകൂർ പ്ലാന്റേഷൻ. അത് ഞാൻ ഇഷ്ടദാനം തരാം. ആരുടെ പേരിൽ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പുറത്തിരുന്ന് രാമനാമം ചൊല്ലുന്ന എന്റെ അമ്മയെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കണ്ണടയും മുമ്പ് മഹേന്ദ്രനെ നിങ്ങളൊരു മന്ത്രിയാക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രാജകുമാരനാണ് മഹേന്ദ്രൻ. ജാതകദോഷം, അല്ലെങ്കിൽ ഈ നാട് ഭരിക്കേണ്ടവനാണവൻ. അവനെ നിങ്ങൾ വെറും ഒരു MLA ആക്കുന്നത് അതെനിക്ക് മാനക്കേടാ. പറയൂ, എസ്റ്റേറ്റ് ആരുടെ പേരിൽ എഴുതണം? തമ്പുരാൻ ഞങ്ങളെ അഴിമതിക്കാരാക്കിയേ അടങ്ങൂ, അല്ലേ വിശ്വംഭര? അയ്യോ, ഞാൻ വാക്ക് പറയുന്നില്ല. പോരാ, വാക്ക് പറഞ്ഞാൽ ഞാൻ ഗണിച്ചിരിക്കുന്നു. ഒരു ഒറ്റ വർഷത്തേക്ക് നിങ്ങൾ അവനെ കസേരയിലൊന്നും ഇരിക്കാൻ മതി. അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞോളൂ. തമ്പുരാൻ ഞങ്ങളെ വിഷമിപ്പിക്കും. ആട്ടെ, മഹീന്ദ്രൻ ആളെങ്ങനെയുണ്ട്? ഞാൻ കണ്ടിട്ടില്ല.
നാളെ അവനെയും കൂട്ടി ഞാൻ ടി വിയിലേക്ക് വരാം. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. ശരി, പോട്ടെ. അവിവേകം പൊറുക്കണം തമ്പുരാനെ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എസ്റ്റേറ്റ് എഴുതി കൊടുത്തിട്ട് 1 വർഷത്തേക്ക് മാത്രം മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാ അത് എന്തൊരു നഷ്ടക്കച്ചവടാ. 1 കൊല്ലം അവൻ അവിടെ നിന്ന് ഇരുന്ന് കിട്ടിയാ പിന്നെ ദേവേന്ദ്രൻ വിചാരിച്ചാലും അവനെ അവിടെ നിന്ന് ഇറക്കിവിടാൻ സാധ്യമല്ല. അവൻ എന്റെ മകനാ. മനസ്സിലായോ ഏപ്യ? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. മര്യാദയ്ക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദേണ്ട തന്റെ ആ തൊപ്പി ഞാൻ തെറിപ്പിക്കും. മിണ്ടാതെ കിടക്കട അവിടെ. എന്തോ മാറി നില്ലടേ, മാറി നില്ലടേ, മാറിക്കടേ. എന്തോ ഒരു പ്രശ്നമില്ല സാർ, പോകാം. തൊപ്പി തെറിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ. പക്ഷെ ഇപ്പൊ പറയുന്നു തെറിപ്പിക്കും. എന്തോ വാടാ. അമ്മച്ചി എത്രയും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം അപ്പൊ അത് ശരി, ഇവനാണ് എറിഞ്ഞതല്ലേ? വേണ്ട വേണ്ട, വഴക്കൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ. പാടോ, വാ, തന്നെ ഞാനൊന്ന് കാണട്ടെ. ഇരിക്കടോ. അതാരാ ഇയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു? അണികളാ. നല്ലത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ.
കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് 4 വർത്താനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ. അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാശാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി. പെൻഷനും താമ്രപത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായില്ല. അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമ്രപത്രം കിട്ടിയിട്ടുണ്ട്. വിവരമുള്ളവനാണോ? അയ്യോ, കുഞ്ഞുണ്ണിയാശാൻ അത്രക്കാരനല്ല. ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട്. പാവം ഇപ്പൊ പത്നിയാ. പട്ടിണിക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥ സമരഭടനായിരിക്കും. പഴയ പോക്കറ്റടിക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി.